അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ ഡോക്ടർ MK റാമിനെ വിട്ടയക്കാൻ ഇടയായതിൽ ആഭ്യന്തര വകുപ്പിന് കടുത്ത അതൃപ്തി. ക്രൈംബ്രാഞ്ചിന്റേത് ഗുരുതരമായ വീഴ്ചയാണെന്ന് വിലയിരുത്തിയ ആഭ്യന്തരമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടി. അതേസമയം പോലീസ് ഒത്തുകളിച്ച പ്രതിയെ രക്ഷിക്കുകയാണെന്ന് നിതിൻ രാജിന്റെ കുടുംബം ആരോപിച്ചു. 101 ദിവസത്തിന് ശേഷമാണ് കേസിലെ പ്രതിയായ ഡോക്ടർ MK റാമിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അറസ്റ്റിന്റെ കാരണം വ്യക്തമാക്കേണ്ട ഗ്രൗണ്ട് ടു അറസ്റ്റ് രേഖയിൽ ക്രൈംബ്രാഞ്ച് എഴുതിയത് ആകെ 2 വരി. പ്രതി ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യം ചെയ്തതിനാലും മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയതിനാലും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം. നിരുത്തരവാദപരമായ ക്രൈംബ്രാഞ്ച് നടപടിയിൽ ആഭ്യന്തര വകുപ്പ് കടുത്ത അതൃപ്തിയിലാണ്. സാധാരണഗതിയിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിബന്ധനകളും സുപ്രീം കോടതി ഉത്തരവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരമേഖല IG വിമലാദിത്യയോട് ആവശ്യപ്പെട്ടു. പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് നിതിൻ രാജിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. സുപ്രീം കോടതി പോലും ചോദിച്ച് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് അതിൽ തന്നെ നിയമവശങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ട് അയാൾ നിസ്സാരമായിട്ട് പുറത്തിറങ്ങിപ്പോയില്ലേ. ഇതിപ്പോൾ പോലീസിന്റെ അനാസ്ഥ തന്നെയല്ലേ. കോടതി വിട്ടയച്ച പ്രതിയെ ഉടൻ കസ്റ്റഡിയിലേക്ക് മാറ്റാൻ നടത്തിയ നാടകീയ നീക്കങ്ങളും പിന്നീട് ഗുരുതര നിയമലംഘനം മനസ്സിലാക്കി റാമിനെ വീണ്ടും വിട്ടയക്കുന്നതും ആഭ്യന്തര വകുപ്പിന് തികഞ്ഞ നാണക്കേടാണ് വരുത്തിവെച്ചത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ട്. റിപ്പോർട്ടർ, കണ്ണൂർ.